ഗൈസ്, നടികർ സിനിമ കണ്ടു. കുറച്ച് നാളായി റിലീസായിട്ട്, പക്ഷേ ഈ അടുത്താണ് കാണാൻ പറ്റിയത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമ കാണലൊക്കെ ശരിക്കും കുറഞ്ഞിരിക്കുകയായിരുന്നു. വീണ്ടും കുറേ നാൾ കഴിഞ്ഞ് കണ്ട 2 സിനിമകളാണ് മലയാളി ഫ്രം ഇന്ത്യയും അതുപോലെ നടികറും ഈ അടുത്ത് കണ്ട സിനിമകൾ. നടികർ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജീൻ പോൾ ലാൽ ജൂനിയർ ആണ്. അതിനകത്ത് അതുകൊണ്ട് തന്നെ ലാൽ മീഡിയ എന്ന സിനിമയിൽ കുറേ ഭാഗത്ത് ഞാൻ റെപ്പറ്റീഷൻ കണ്ടിരുന്നു. പിന്നെ ടോവിനോ, സുരേഷ് കൃഷ്ണ, ബാലു വർഗീസ്, പിന്നെ ഭാവന, പിന്നെ ലച്ചു, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു സിനിമയിൽ. പിന്നെ എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എടുത്തു പറയേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് മ്യൂസിക്. പറവയുടെയൊക്കെ മ്യൂസിക് ചെയ്ത മ്യൂസിക് ഡയറക്ടറും പിന്നെ നേഹ പിള്ളയാണ് ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഗാരി പെരേര അതുപോലെ തന്നെ നേഹ പിള്ള, ഇവർ 2 പേരുമാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രതീഷ് രാജാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കോസ്റ്റ്യൂംസ് അതും എടുത്തു പറയേണ്ടതാണ്, പ്രത്യേകിച്ച് ടോവിനോയുടെ കോസ്റ്റ്യൂംസ്. ഒന്നാമത് ഈ സിനിമ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ജീൻ പോൾ ലാലിന്റെ പല സിനിമകൾ, ഇപ്പോൾ ഹണിബി ആണെങ്കിലും നമുക്ക് ഭയങ്കര എന്താ പറയുക, വൈബ്രന്റ് ആണ് സിനിമകൾ. അതുപോലെ തന്നെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. സോബിൻ ഷാഹിറും സിനിമയിൽ വലിയൊരു പാർട്ടാണ്. പിന്നെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഓവറോൾ ഒരുപാട് ക്രിഞ്ച് അടുപ്പിച്ച കുറേ സീൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി എന്തുകൊണ്ടോ എനിക്ക് പല ഇൻസ്റ്റൻസുകളിലും ഈ സിനിമ ഒരുപാട് എന്താ പറയുക, എന്തോ എന്നെ ഒത്തിരി അട്രാക്ട് ചെയ്തൊരു സിനിമയായിരുന്നു നടികർ. എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ എനിക്ക് എന്തോ ഈ സിനിമയോട് ഭയങ്കര ഒരു എവിടെയൊക്കെ ഒരു ഇഷ്ടം തോന്നി. എന്തോ ടോവിനോയുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് പിന്നെ അത് റിക്കവറായി വന്നതും അതിൽ തന്നെ സർവൈവ് ചെയ്ത് പിന്നെ അത് മാറാൻ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്ത്, എന്താ പറയുക, എന്തൊക്കെയോ ഒരുപാട് പോസിറ്റീവ് മെസ്സേജസ്. അത് കൊടുക്കുന്ന മെസ്സേജസ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റി ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ്. എന്ന് വെച്ചാൽ വെറുതെ പാസം ടൈപ്പ് പോസിറ്റിവിറ്റി സ്നേഹമല്ല, ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സ്നേഹം, അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. ക്ലൈമാക്സ് ഒക്കെ എത്താനാവുമ്പോൾ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇതെന്ത് ഇത് എന്ന് പറഞ്ഞാൽ ക്രിഞ്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു ലാസ്റ്റ് എത്തിയപ്പോൾ. പക്ഷെ എനിക്ക് എന്താ പറയുക, ഓവറോൾ സിനിമ നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഈ സിനിമ മോശമായിട്ട് പറയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 1 ടൈം വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയെന്നാണ് പൊതുവെ അഭിപ്രായം. പക്ഷെ ഫോർ മീ ഞാൻ ഒന്നുകൂടി ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. കാരണം നമുക്ക് ചില പേഴ്സണൽ ഫേവറേറ്റുകൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്ത ചില സിനിമകളായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അർത്ഥമില്ലാത്ത, അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, ഒന്നും ഒരു സെറ്റപ്പ് അല്ലാത്ത സിനിമകൾ ചില ആൾക്കാർക്ക് ചില പേഴ്സണൽ ഫേവറേറ്റുകളായി മാറുമല്ലോ. അതുപോലെ എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയൊരു സിനിമയാണ് നടികർ. പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ സിനിമയുടെ ഫ്രണ്ടിലും സിനിമയുടെ പിന്നിലും വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു മൂവി കൂടിയാണ്. ടെക്നിക്കൽ കാര്യങ്ങളെ പറ്റിയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ ബാക്കിലുള്ള കുറച്ച് സ്ട്രഗിൾസിനെ പറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ, ഒത്തിരി ഒന്നുമില്ല എന്നാലും ചെറിയൊരു രീതിയിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. പക്ഷെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയത് എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം അങ്ങനെയല്ല, എന്തുകൊണ്ടോ എനിക്ക് ഈ സിനിമയുടെ ഓവറോൾ കോൺസെപ്റ്റിൽ വരുന്ന കുഞ്ഞൊരു മെസ്സേജ് എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇപ്പം നടികർ സിനിമയ്ക്ക് ഞാൻ ഈ ഓൺലൈനൊക്കെ നോക്കിയപ്പോൾ ഒത്തിരി നെഗറ്റീവ് റിവ്യൂസ്, നെഗറ്റീവ് കമൻസ്, ബോറാണ്, ലാഗാണ്, ക്രിഞ്ചാണെന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ടു. പക്ഷെ മേ ബി OTT റിലീസ് ആവുമ്പോഴോ അല്ലെങ്കിൽ TV സിനിമ വരുമ്പോഴോ ചിലപ്പം ആളുകൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമകൾ തിയേറ്റർ റിലീസായിട്ട് പിന്നെ OTT വരുമ്പോഴോ അല്ലെങ്കിൽ TV വരുമ്പോഴോ കൂടുതൽ ഫാൻസ് ഉണ്ടാകുന്ന ചില സിനിമകളുണ്ടല്ലോ, ഇതും അതുപോലെ ആവും എന്നാണ് എൻ്റെ ഒരു ധാരണ. നമുക്ക് നോക്കാം. എന്തായാലും അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. ഫോർ മീ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സെപ്റ്റ് സം ക്രിഞ്ച് മൊമെന്റ്സ്, ക്രിഞ്ച് ഡയലോഗ്സ് എക്സെട്ര. എനിക്ക് സിനിമയുടെ ഓവറോൾ പ്ലോട്ടിൽ കുഞ്ഞൊരു കാര്യം ഇഷ്ടപ്പെട്ടു. ആൻഡ് ടോവിനോയുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. അതുപോലെ സുരേഷ് കൃഷ്ണ എടുത്തു പറയേണ്ടതാണ്, സൂപ്പറായിട്ടാണ് ആക്ട് ചെയ്തത്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഒരു ഇംഗ്ലീഷ് വാക്കുകളാണ് അതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അത് എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ സോബിൻ ഷാഹിർ ആണെങ്കിലും ബാലു വർഗീസ് ആണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. പിന്നെ സംവിധായകൻ രഞ്ജിത്ത്, അദ്ദേഹം സൂപ്പറായിട്ടാണ് ചെയ്തത്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എബോവ് ആവറേജിന് ഫോർ മീ എനിക്ക് വ്യക്തിപരമായിട്ട് എബോവ് ആവറേജ് എന്നാണ് തോന്നിയത്. എക്സെപ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സം ക്രിഞ്ച് മൊമെന്റ്സ്. പക്ഷെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു റിവ്യൂ ആണ് കണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ പൊതുവെയുള്ള ഒപ്പീനിയൻസ് കേട്ടത്. എനിക്കറിയില്ല, ചിലപ്പം
നമ്മൾ ഒരു സിനിമ കാണാൻ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല മൂഡിലിരിക്കും ചില സിനിമകളാണ്, അല്ലെങ്കിൽ നമ്മൾ മോശം മൂഡിലായിരിക്കുമ്പോൾ ചില സിനിമകൾ കാണും. ഇത് ഞാൻ എല്ലാ സിനിമയും ഒരുപോലെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് സിനിമ കുറച്ച് ഇഷ്ടം, എന്തോ എനിക്ക് അതിലൊരു എന്തോ ഒരു കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയൊരു സിനിമയായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ പാട്ട് എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BGM പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ ഫൈറ്റ് സീനൊന്നും ഒക്കെ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് വരെ തോന്നിപ്പോയി. എന്നാലും എന്തോ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കാരണം എനിക്ക് ഇതിൻ്റെ ഓവറോൾ കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് ഫൈറ്റ് സീൻസ് ഒക്കെ വെറുതെ എന്തിനൊക്കെയോ തിളച്ച സാമ്പാർ പോലെയായിരുന്നു. സ്റ്റിൽ ഇറ്റ് വാസ് ഓക്കെ. വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ചിലപ്പോൾ രണ്ടാമത് പോയി കാണുന്ന ഒരു സിനിമയായിരിക്കും തിയേറ്ററിൽ. എന്തായാലും അതാണ് എനിക്ക് നടിക്കാരനെ പറ്റി പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.